അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചെന്നൊരു സത്യം, ഇന്ന അവ്വല ബൈത്ത്, ആദ്യത്തെ ആരാധനാലയം ആ ലോക ചരിത്രത്തിൽ ഏത് സമുദായത്തോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കി, ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോടോ ജൂതന്മാരോടോ, ആദ്യത്തെ നിങ്ങളുടെ ആരാധനാലയം ഏതാ? ആർക്കും മറുപടി ഇല്ല പറയാൻ. ഉണ്ടോ? ഉണ്ടാവോ? ചോദിച്ചു നോക്കി. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ നിങ്ങൾ പോയി ചോദിച്ചു നോക്കി, ആദ്യത്തെ ആരാധനാലയം ഏതാ? എവിടെയാണ് നമ്മൾ ചോദിച്ചു? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് അള്ളാഹു നമുക്കും ഈ നാടിനും ചെയ്ത ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠമാണ്. ആദ്യത്തെ ആരാധനാലയം അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമ്മാനിച്ചത് അത് മുസ്ലിമീങ്ങളുടെ ആരാധനാലയമാണ്. അത് ചിന്തിച്ചോളി. ലോക ചരിത്രത്തിൽ, ലോകത്ത് ഈ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ഇന്ന അവ്വല ബൈത്തിൻ, ആദ്യത്തെ വീട് എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, അത് നമുക്കേ ഉള്ളൂ. അല്ലെങ്കിൽ ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമെങ്കിൽ വെല്ലുവിളിക്കാം, പറയും ആദ്യത്തെ ആരാധനാലയം. ഈ ലോകം മുഴുവനും ആദ്യം എന്തായിരുന്നു? വെള്ളമായിരുന്നല്ലോ, വെള്ളമായിരുന്നു. വകാന അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശ് ആ വെള്ളത്തിന് മീതെയായിരുന്നു. പിന്നെ ആ വെള്ളത്തിൽ നിന്ന് നുരകളായി, കുമിളകളായി, അതിങ്ങനെ മെല്ലെ 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 മണ്ണായി അടിഞ്ഞുകൂടാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായി ലോകത്ത് കരഭൂമി ഉണ്ടായ സ്ഥലമാണ് അവ്വല ബൈത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിർമ്മിച്ചിരിക്കുന്ന പരിശുദ്ധമായ കഅബ. ലോകത്ത് ആദ്യമായി ഉണ്ടായ ആ മണ്ണ്, ഗവേഷകർ മണ്ണുകൾ എടുത്തു, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മണ്ണുകൾ എടുത്ത് പരിശോധിച്ചു. മക്കയിലെ മണ്ണും എടുത്ത് പരിശോധിച്ചു. അവര് അത്ഭുതപ്പെട്ടുപോയി. ലോക ചരിത്രത്തിൽ ഇത്രയ്ക്കും പഴക്കമുള്ള ഒരു മണ്ണ് ഈ ഗവേഷകന്മാരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല. അപ്പൊ ഈ ലോകമുണ്ടായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ വസ്തുൽ അർള് എന്ന് വേണമെങ്കിൽ പറയാം, വസ്തുൽ അർള്, അതായത് ദി ലീഡർ ഓഫ് കൺട്രീസ്, ലോകത്തിന്റെ മുഴുവൻ ലീഡറാണ് നമ്മുടെ ഈ പരിശുദ്ധമായ മക്ക. അതാണ് അതിന്റെ പേര് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മുൽ ഖുറ എന്ന് അല്ലാഹു തആല നാമകരണം ചെയ്തു. ഉമ്മുൽ ഖുറ, ലീഡർ ഓഫ് കൺട്രീസ്. അപ്പൊ ഈ ലോകത്തുള്ള മുഴുവൻ രാജ്യത്തിന്റെ ഉമ്മ, മാതാവാണ് ഈ പരിശുദ്ധമായ കഅബ ശരീഫ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയും വസ്തുവിന് ആ പരിശുദ്ധമായ കഅബയാണ്, ആ മണ്ണനാണ്. നമ്മുടെ മക്കളോട് പഠിപ്പിച്ചു വെക്കണം, മോനെ ആദ്യത്തെ ആരാധനാലയം ഏതാണ്, ആരാധനാ കേന്ദ്രം ഏതാണ്, അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന ആദ്യത്തെ സ്ഥലം, ആദ്യമായി റബ്ബിന് വേണ്ടി സ്തുതിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്ന സ്ഥലം ഏത്, പള്ളി ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്, പരിശുദ്ധമായ കഅബ ശരീഫാണ്. അത് നമുക്ക് മാത്രമേ അവകാശപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹൈന്ദവർ വരട്ടെ അവരുടെ ആദ്യത്തെ ആരാധനാലയം, ക്രിസ്ത്യാനികൾ വരട്ടെ അവരുടെ ആരാധനാലയം, ജൂതന്മാർ വരട്ടെ അവരുടെ ആരാധനാലയം. ആദ്യ ലോക ചരിത്രത്തിൽ അവ്വല ബൈത്ത്, അത് ഏറ്റവും വലിയ മഹിമയാണ്. നമുക്ക് അത് കാണണ്ടേ? നമുക്ക് ആദ്യത്തെ വീട് ഭൂമിയുടെ വസ്തുൽ അർളാണ്, ഭൂമിയുടെ മധ്യമാണ്, ലോകത്തിന്റെ മധ്യമായ സ്ഥലമാണ് പരിശുദ്ധമായ കഅബ എന്ന് സ്ഥിതി ചെയ്യുന്നത്. അവ്വല ബൈത്തി വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പള്ളി നിർമ്മിച്ചത്. ജനങ്ങൾക്ക് എന്നാ പറഞ്ഞത്. വുദിഅ ലിന്നാസ്, ആരെല്ലാം അതിനെ ഇഷ്ടപ്പെടുന്നോ, സ്വീകരിക്കുന്നോ, അതിനെ അംഗീകരിക്കുന്നോ അവരെയൊക്കെ അല്ലാഹു തആല മുഅ്മിനീങ്ങളായിട്ട് മാറ്റിയെടുക്കും. അല്ലാഹു മുഅ്മിനീങ്ങളായി, സത്യവിശ്വാസികളായി സ്വീകരിക്കും. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചു ഭൂമിയുടെ മധ്യഭാഗത്ത് ഒരു വീട്, പുരാതന ഭവനം എന്നൊക്കെ അതിന് അർത്ഥങ്ങൾ വരുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. അപ്പൊ ആദ്യത്തെ വീട് എന്ന ഒരു ഖ്യാതി നമ്മുടെ പരിശുദ്ധമായ കഅബയിലുണ്ട്. ഈ കാര്യങ്ങളിൽ ഒന്നാമത് അത് തന്നെയാണ് അവ്വല ബൈത്ത്. ആരാധനകളിൽ ആദ്യത്തെ ആരാധനാ കേന്ദ്രം പരിശുദ്ധമായ കഅബയാണ്. അതെവിടെ? അത് മക്കയിലാണത്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നൽകുന്ന ശ്രേഷ്ഠത മുബാറക,
ബർക്കത്തുള്ള സ്ഥലമാണ്, ബർക്കത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്ത ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലമാണ്. അള്ളാഹു ലോകത്ത് ബർക്കത്ത് ചെയ്ത സാധനങ്ങൾ ഇറങ്ങി അവിടെ ഭുജിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് വ്യയം, അതെല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. മുബാറക്. രണ്ടാമത് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ കഅബയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന രണ്ടാമത്തെ സ്ഥാനം മുബാറക്കാണ്. ബർക്കത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്, ബർക്കത്തുള്ള സ്ഥലമാണ്. അവിടെ പോകുന്നവർക്ക് ബർക്കത്ത് കിട്ടുക തന്നെ ചെയ്യും. എത്ര വലിയ ബർക്കത്ത്! ലോക ചരിത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ 100 കോടി ബില്യൺ ഡോളർ ഉപയോഗിച്ച് ലോകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ സ്ഥാനം ഈ പരിശുദ്ധമായ കഅബയ്ക്കാണ്. ഈ ഗ്രാൻഡ് മോസ്ക് ഈ പരിശുദ്ധമായ കഅബയ്ക്കാണ് ലോക ചരിത്രത്തിൽ. ഇതൊക്കെ നമ്മൾ മുസ്ലിമീങ്ങളല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത്, ഇതൊക്കെ അമുസ്ലിമീങ്ങളുടെ ഗവേഷണങ്ങളാ. അവ ചിന്തിച്ചു നോക്കി, ലോക ചരിത്രത്തിൽ 100 കോടി ബില്യൺ, മില്യൺ, ബില്യൺ, ട്രില്യൺ, മില്യൺ ഡോളർ ഉപയോഗിച്ചിട്ട് ഒരു മോസ്ക് നിർമ്മിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി. അല്ലാഹുവോട് ബർക്കത്ത് ചെയ്തുകൊണ്ടല്ലേ. ആ പരിശുദ്ധമായ കഅബയിൽ വിരിച്ചിരിക്കുന്ന ഇതേപോലത്തെ ഈ കാർപ്പറ്റിന്റെ നീളം ഏകദേശം 79 കിലോമീറ്ററാണ്. എത്ര കിലോമീറ്റർ? എന്റെ നാട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്ക് വരാൻ 80 കിലോമീറ്ററാണ്. പത്തനാപുരത്ത് നിന്ന് കാർപ്പറ്റ് വിരിച്ചാൽ മണക്കാട് എത്തിത്തീരും. ഈ കാർപ്പറ്റ് ഇത്രയും വിരിച്ചിരിക്കുന്നു. അത്രയും ആളുകൾ അവിടെ ഒരേ സമയം സുജൂദ് ചെയ്യണമെങ്കിൽ ആ നാട്ടിലൊരു ബർക്കത്തില്ലെങ്കിൽ നടക്കും. ഇതൊക്കെ 20 ലക്ഷം പേർക്ക് ഒരേ സമയം അനായാസം അവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ കഴിഞ്ഞ റമദാനിൽ 48 ലക്ഷം പേരാണ് പരിശുദ്ധമായി 27 അവന് കൂടിയത്. 48 ലക്ഷം പേര്, 20 ലക്ഷം പേര് അടങ്ങുന്ന സ്ഥലത്ത് 48 ലക്ഷം പേരെ ഉൾക്കൊള്ളണമെങ്കിൽ ഇതിന്റെ പേരാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജീവിക്കാൻ മാസത്തിൽ എന്റെ വരുമാനം 10,000 രൂപയാണ്. ചെലവ് 10-20,000 രൂപ വരും, കുട്ടികളുടെ ഫീസ്, മറ്റു കാര്യങ്ങൾ. ഈ 10,000 രൂപ കൊണ്ട് എന്റെ ഭക്ഷണവും ഉപജീവനവും മക്കളുടെ കാര്യങ്ങളും അല്ലാഹ് റാഹത്താക്കി തരുന്നുണ്ട്. അൽഹംദുലില്ലാ. കടവില്ല, ബാധ്യത ഒന്നുമില്ല. 31 എല്ലാം ക്ലിയർ ആവുന്നുണ്ട്. ഇതിന്റെ പേരാണ് ബർക്കത്ത്. കുറെ പൈസ കയ്യിലുണ്ട്, പൈസ കയ്യിൽ കിട്ടുന്നില്ല, എല്ലാം താഴെ കൂടെ ഒഴുകി അങ്ങ് പോകുന്നു. ഇഷ്ടം പോലെ വരുന്നുണ്ട് ഉസ്താദേ, വരുമാനം കയ്യിൽ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒന്നും നിൽക്കുന്നില്ല. അതിന് വല്ല ഉറുക്ക് മന്ത്രം വല്ല ഉണ്ടോ ഇത് പിടിച്ചു നിർത്താൻ പറ്റിയത്? ഡാം കെട്ടിയാൽ മതി, കെട്ടിക്കൊടുക്കും പിടിച്ചു നിർത്താൻ. നല്ല ഒഴുകി പോവാണ്. ഇതിന്റെ പേരാണ് ബർക്കത്തില്ലായ്മ. ഇതിന്റെ പേരാണ് ബർക്കത്ത് ഇല്ലായ്മ. 4-5 മക്കള് നമുക്കുണ്ട്. വാപ്പാക്കും ഉമ്മാക്കും ഒരു ഗുണവുമില്ല ഈ മക്കളെ കൊണ്ട്. എന്നാ നല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. പക്ഷെ വാപ്പാക്കും ഉമ്മാക്കും ഇന്നും ജീവിക്കണമെങ്കിൽ വാപ്പ കടയിൽ പോകണം, സമ്പാദിച്ചോണ്ട് വരണം, വാപ്പ സ്വന്തം ആശുപത്രി പോകണം, ആരെല്ലാം ആട്ടോ വിളിച്ചു പോകണം. വാപ്പയുടെ കാര്യം വാപ്പ നോക്കണം, ഉമ്മയുടെ കാര്യം ഉമ്മ നോക്കണം. മക്കളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മക്കളെയും കൂടെ കാര്യം ഈ വയസ്സാം കാലത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഗതികേട് വരുന്നല്ലോ എന്ന് വാപ്പ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കും. ഇതിന്റെ പേരാണ് ബർക്കത്തില്ലാത്ത മക്കളും കുടുംബവും. ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് പരിശുദ്ധമായ കഅബയിൽ നമ്മൾ എത്തിയാൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ് അല്ലാഹു തആല തരുന്നത്. ഇതിന്റെ പേരാണ് ബർക്കത്ത്. 1 റിയാൽ ബർക്കത്തായിട്ട് നീ കഅബ ഷരീഫിൽ വെച്ച് ഒരാൾക്ക് നീ സദഖ ചെയ്താൽ 1 ലക്ഷം റിയാൽ കൊടുത്തതിന്റെ സവാബ് അല്ലാഹ് നിന്റെ പേരിൽ എഴുതുകയാണ്. ഇതിന്റെ പേരാണ് ബർക്കത്ത്. മുബാറക്ക എന്ന് അല്ലാഹു തആല പറയുന്നത്. ബർക്കത്തിനെ കുറിച്ച് ചിന്തിക്കും. വെറുതെ അല്ലല്ലോ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, വെറുതെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇതൊക്കെ പഠിപ്പിച്ചത്. ഇതിന്റെ പേരാണ് ബർക്കത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മണ്ണ് മുബാറക്കല്ലേ, ബർക്കത്താക്കപ്പെട്ട സ്ഥലമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മണ്ണ് ബർക്കത്താക്കപ്പെട്ട സ്ഥലമല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന മണ്ണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും കൂടെ പരിശുദ്ധമായ ദീനിന് തുടക്കം കുറിക്കാൻ ഉപയോഗിച്ച മണ്ണ് ആ പരിശുദ്ധമായ മക്കയാണ്. ലോകത്തിന്റെ തുടക്ക സ്ഥലത്ത് നിന്നാണ് ഈ ദഅവത്തിന്റെ തുടക്കമായത്.
എവിടെയാണോ ഈ ലോകം അല്ലാഹു തആല ഭൂമിയാക്കി മാറ്റിയത് അവിടെ മുതലാണ് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ അസ്തിത്വത്തെ കുറിച്ചും ആ തൗഹീദിനെ കുറിച്ചും ഏകത്വത്തെ കുറിച്ചും പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് അതേ മണ്ണിൽ തന്നെയാണ്. അന്ത്യപ്രവാചകനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിപ്പിച്ചത് അവിടെയാണ്. മരിപ്പിച്ചത് വേറെ മണ്ണിലാണെങ്കിലും ജനിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുബാറക്കായ സ്ഥലത്താണ്. അതുകൊണ്ട് ആ മണ്ണിന് അല്ലാഹു തആല ഇട്ട പേര് മുബാറക്ക. മുബാറക്കൻ, ബർക്കത്തുള്ള മണ്ണാണ്. ചിന്തിച്ചു നോക്കിയാൽ എത്രയോ ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ അവരുടെ ഭാര്യമാർ ആ മണ്ണിലുണ്ട്. ആ മണ്ണിലുണ്ട്. അതൊരു ബർക്കത്താക്കപ്പെട്ടത് കൊണ്ടല്ലേ അത്? നമ്മൾ ചിന്തിച്ചു നോക്കണം. മുബാറക്ക് എന്ന് പറയുന്ന ചെറിയ കാര്യമല്ലാതെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ പണിയുന്ന സമയത്ത് ആ കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുകളിലേക്ക് കയറി കല്ല് വെച്ച് അതിനെ കെട്ടി നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന ആ പുരാതന കാലഘട്ടത്തിൽ ഒരു കല്ല് അല്ലാഹു സുബ്ഹാനഹു വ തആല ലിഫ്റ്റ് പോലെ എത്തിച്ചു കൊടുത്തു അവിടെ. ഇന്ന് ഭയങ്കരമായ സംവിധാനങ്ങളാണ്. ഇന്ന് ബഹുനില കെട്ടിടങ്ങളിലേക്ക് നിമിഷ നേരം കൊണ്ട് ഇവിടെ നിന്ന് കോൺക്രീറ്റ് പെട്ടെന്നെത്തും, പെട്ടെന്ന് താഴെ വരും, എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന ആ പുരാതന കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലിഫ്റ്റ് ഇറക്കി കൊടുത്തു. ആ ലിഫ്റ്റ് എവിടെ നിന്ന് വന്നതാണ്? അത് പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ലിഫ്റ്റാ. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ലിഫ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നീ അതിന്റെ മുകളിൽ കയറി നിന്നാ മതി, സിമെന്റുമായിട്ട് മുകളിലോട്ട് പോയിക്കോ, തനിയെ മുകളിലോട്ട് പോകും. അവിടെ നിന്ന് റാഹത്തായിട്ട് കല്ലെല്ലാം കെട്ടി ഇറങ്ങി താഴവാ, പിന്നെ അടുത്ത സിസ്റ്റമായിട്ട് വീണ്ടും നീ പോയാ മതി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് ഈ കല്ല് മുകളിലേക്കും താഴേക്കും പോയി ഇബ്രാഹിം നബിയുടെ പാദം ആ കല്ലിൽ അടയാളമായി. അതിനെയാണ് മഖാമു ഇബ്രാഹിം എന്ന് അറിയപ്പെടുന്നത്. എന്റെ പേരാണ് മഖാമു ഇബ്രാഹിം എന്ന് ഒരു ഗോൾഡൻ ചെറിയ ഒരു കൂടാരത്തിൽ ആ കഅബയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ടില്ല? അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് സ്വർഗത്തിലെ കല്ല. സ്വർഗത്തിലെ കല്ല ബർക്കത്തല്ലേ? ഇത് ഇറങ്ങിയ സ്ഥലം ബർക്കത്തല്ലേ? സ്വർഗത്തിലെ കല്ല്. ജീവിതത്തിൽ സ്വർഗത്തിൽ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും സ്വർഗത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിലെ കല്ലാണ് രണ്ട് കല്ല്. ഒന്ന് ഹജറുൽ അസ്വദ്, ഒന്ന് ഈ മഖാമ്. ഈ മഖാമു ഇബ്രാഹിം ഇത് സ്വർഗത്തിലെ കല്ലായത് കൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് ലിഫ്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ചരവേഗത്തിൽ ആ ചെറിയ കല്ലിനകത്ത് കയറുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ പണി പൂർത്തിയാക്കിയെങ്കിൽ അത് സ്വർഗത്തിൽ നിന്നും അള്ളാഹു ഇറക്കിയത് കൊണ്ട് മാത്രമാണ്. അതിനെ അള്ളാഹ് സൂക്ഷിച്ചു വെച്ചിട്ട് അള്ളാഹ് പറഞ്ഞു, ഈ മഖാമു ഇബ്രാഹിമിന്റെ മുന്നിൽ നിങ്ങൾ നിസ്കരിക്കണം. ഈ മഖാമു ഇബ്രാഹിം എന്നുള്ളത് ഇതിൽ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്. മഖാമു ഇബ്രാഹിം, ഇതിൽ വലിയൊരു ദൃഷ്ടാന്തം ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലെ 5 കാര്യങ്ങളിലെ മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫീ ആയാത്തും ബയ്യിനാത്തുൻ. ഇതിൽ വലിയൊരു ദൃഷ്ടാന്തം ഉണ്ട്. അതിലൊരു ദൃഷ്ടാന്തമാണ് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ മഖാം. ഒരാള് പറയുന്നുണ്ടേ, ഇത് ഇബ്രാഹിം നബിയുടെ പാത ഒന്നും അല്ലടോ, അതൊന്നും അല്ല, വെറുതെ ചുമ്മാ പറയുകയാണെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്ന് പുറത്തായി. കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഇത് മഖാമു ഇബ്രാഹിം ആണെന്ന്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞു ഉറപ്പിച്ച ഈ ഒരു കാര്യം നമ്മളിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ ഇതല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്ന് പുറത്താണ്. നഊദു ബില്ലാഹ്. എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യ രാജ്യത്തിലാണ് വന്നത് എന്നും ആദം നബിയുടെ ഖബർ ഇന്ത്യയിലുണ്ടെന്നും ശ്രീലങ്കയിലാണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. ആദം നബിയുടെ പാദം ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നു, ശ്രീലങ്കയിലാണെന്ന് പറയുന്നു. പക്ഷെ ഒരാൾ പറഞ്ഞു ഇത് ആദം നബിയുടെ പാദം അല്ലടേ എന്ന് പറയുന്നത് കൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. കാരണം അള്ളാഹു അതിനെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ഇത് ആദം നബിയുടെ കാലല്ല എന്ന് ഒരാൾ പറഞ്ഞത് കൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തൊരിക്കലും പോകില്ല, ഉറപ്പില്ല. എന്നാൽ ഈ മഖാം ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖുർആൻ കൊണ്ട് നസ്സായിട്ട് ഉറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് അതല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും പുറത്തു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
അപ്പൊ സ്വർഗത്തിലത്തെ രണ്ട് മുബാറക്കായ സ്ഥലം അവിടെ ഉണ്ട്. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. അതൊരു ദൃഷ്ടാന്താണ്. പരിശുദ്ധമായ ഹജറുൽ അസ്വദ് അത് ദൃഷ്ടാന്തമാണ്. സ്വർഗത്തിലൊക്കെ അല്ല. ഹജറുൽ അസ്വദ്, മഖാം ഇബ്രാഹിം അതും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഹജറുൽ അസ്വദ് കോടാനകോടി ജനങ്ങൾ ഇങ്ങനെ മുത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയോ പേര് മുത്തുന്നു. അതിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു ദുഷിച്ച നാറ്റമോ ഒന്നും നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റൂല. നമ്മളെ ശ്വസിക്കാനും പറ്റൂല. കാരണം അത് അത്രത്തോളം അനുഗ്രഹീതമായ സ്ഥലം, അനുഗ്രഹീതമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉയർന്ന പ്രതിഫലമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫീഹി ആയാത്തും ബയ്യിനാത്താണ്. വലിയ ദൃഷ്ടാന്താണ്. ഈ ദൃഷ്ടാന്തം കാണണ്ടേ? വലിയൊരു ദൃഷ്ടാന്തമാണ് സംസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൽ നിന്ന് വാ കൊണ്ട് കുടിച്ചിട്ട് അതിൽ തിരികെ ഒഴിച്ചു റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കായ ഉമിനീര് കലർന്ന വെള്ളം പരിശുദ്ധമായ സംസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ പരിശുദ്ധമായ സംസം ഇതിന്റെ ഉറവിടം സ്വർഗ്ഗാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് പരിശുദ്ധമായ സംസം വെള്ളം. അത് കാണണ്ടേ? അത് കുടിക്കണ്ടേ? അത് അല്ലാഹ് ആ നാട്ടിലല്ല ഇറക്കി തന്നത്. കോടാനകോടി ജനങ്ങൾ കുടിച്ചിട്ട് ഇന്നേ വരെ അതിന് യാതൊരു ന്യൂനതകളും ഇല്ലാതെ എപ്പോഴും ആളുകൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി. ഇത് സ്വർഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്തോടുകൂടി, പ്രത്യേകമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖുദ്റത്തോടുകൂടി ഈ മണ്ണിലേക്ക് ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് ബർക്കത്ത് ചെയ്യുക? അപ്പൊ ഈ വെള്ളത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ബർക്കത്ത് ചെയ്തു. മുബാറക്ക. ചെറിയ കാര്യമല്ല അത്. ഇതെന്തോ ഒരു അത്ഭുതമുണ്ട്. നിങ്ങൾ എത്ര ദിവസം വർഷങ്ങളോളം നിങ്ങൾ സൂക്ഷിച്ചു. നിങ്ങൾ മിനറൽ വാട്ടർ വാങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നോക്ക്. അതിൽ എക്സ്പയർ ഡേറ്റ് എഴുതിയിട്ടുണ്ട്, ഇതിൽ എക്സ്പയർ ഡേറ്റ് ഇല്ല. നിങ്ങൾ വർഷങ്ങളോളം 5 വർഷം 10 വർഷം ഹജ്ജിന് പോയി 10 വർഷം മുമ്പ് കൊണ്ടുവന്ന സംസം വെള്ളം ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. ഒരു കുഴപ്പവുമില്ല. ഈ സംസം വെള്ളവും തേനും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളി, അതിനൊരു കുഴപ്പവും ഉണ്ടാവില്ല. കാരണം ഇത് രണ്ടും അള്ളാഹു പറഞ്ഞതാണ്. എന്ന തേനിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളി. അതിനൊരു എക്സ്പയർ. ഇതൊക്കെ നമുക്ക് ഇവിടെ ദുനിയാവിൽ എക്സ്പയർ ആക്കുന്നതെന്ന് അറിയോ? ഒറിജിനൽ അല്ലാതെ ഡ്യൂപ്ലി കലരുമ്പോഴാണ് ഈ എക്സ്പയർ ആവുന്നത്. ഒറിജിനൽ സാധനം ആകുമ്പോൾ എക്സ്പയർ ആവൂല. അതാണ് അതിന്റെ അർത്ഥം. എല്ലാരും കടക്കാരൻ തേൻ വിൽക്കും, ഇത് ചെറുതേനാണ് വൻതേനാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വേറെ ഡ്യൂപ്ലിയും കൂടെ ചേർത്തിട്ട് എക്സ്പയർ ഡേറ്റ് എഴുതും. അത് കഴിയുമ്പോഴത്തേക്ക് അതിന് പ്രശ്നം വരും. അത് ശരി തന്നെയായിരിക്കും. ഒറിജിനൽ സാധനം നിങ്ങൾ സൂക്ഷിച്ചു വെക്കി എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും. അന്നൊക്കെ അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ വലിയ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഫീഹി ആയാതും ബയ്യിനാത് മഖാമു ഇബ്രാഹീം. 3 ദൃഷ്ടാന്തായി. 1 പരിശുദ്ധമായ കഅബ അവ്വൽ ബൈത്ത്. 2 മുബാറക് ബർക്കത്താക്കപ്പെട്ട സ്ഥലം. എല്ലാ നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടെ ബർക്കത്ത് ഇറക്കി തന്നിരിക്കുകയാണ്. എല്ലാ നിലയ്ക്കും. ഇനി 4ാമത് ഹുദൽ ലിൽ ആലമീൻ. ഹുദൻ ഹിദായത്തിന്റെ കേന്ദ്രമാണ്. ഹിദായത്ത് ലഭിക്കുന്നതിനുള്ള കേന്ദ്രമാണ് പരിശുദ്ധമായ കഅബ ശരീഫ്. ഹിദായത്തിന്റെ വഴി കഅബ അല്ലാതെ മറ്റൊന്നുമില്ല. നേരായ മാർഗം, ഹിദായത്തിന്റെ മാർഗം. സന്മാർഗത്തിന് 3 വഴികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. 1 പരിശുദ്ധമായ കഅബ. ഇന്ന അവ്വല ബൈതി ഉളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ.
വഹുദൻ ലിൽ ആലമീൻ. ലോകങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ, ലോക ജനതയുടെ സുരക്ഷയാണ് പരിശുദ്ധമായ കഅബ ഷരീഫ്. അവർക്ക് സന്മാർഗ ദീപം തെളിച്ചു കൊടുക്കുന്ന ഒരേ ഒരു ഗേഹം ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ കഅബയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല, ഖുർആനാണ്. അല്ലാഹു നമ്മളൊക്കെ അനുഗ്രഹിച്ചില്ലേ? നമുക്കൊക്കെ ആ തൗഫീഖ് കിട്ടിയില്ലേ? നമ്മൾ പോയിട്ട് കുരിശിന്റെ മുന്നിലും വടവൃക്ഷത്തിന്റെ മുന്നിലും ദീപത്തിന്റെ മുന്നിലും കല്ലിന്റെ മുന്നിലും ഒന്നും പോയിട്ട് സുജൂദ് ചെയ്യാതെ അള്ളാഹു പഠിപ്പിച്ച ആ പരിശുദ്ധമായ കഅബയെ നോക്കി നമ്മൾ നമസ്കരിക്കാൻ ഒരു ഭാഗ്യം തന്നാൽ, അതിലേക്ക് നോക്കിയിട്ട് ദിവസം തോറും 17 പ്രാവശ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹ് ഹിദായത്ത് അല്ലാഹ്, ഹിദായത്ത് അല്ലാഹ്, ഹിദായത്ത് അല്ലാഹ് 17 പ്രാവശ്യം ദിവസം തോറും നമ്മൾ അതിലേക്ക് നോക്കി പറയാൻ ഒരു ഭാഗ്യം അല്ലാഹു ചെയ്തെങ്കിൽ ചെറിയ കാര്യമല്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ട് നമ്മളെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഹിദായത്ത് കിട്ടിയത്. അള്ളാഹു മരണം വരെ നിലനിർത്തട്ടെ. ഹിദായത്തിന് അല്ലാഹു തആല രണ്ടാമത് പരിചയപ്പെടുത്തിയ ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. ഖുർആൻ ഹിദായത്തിന്റെ വഴിയാണ്. മൂന്നാമത് ഹിദായത്തിന് ഒരു വഴി പഠിപ്പിച്ചു നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാദിയാണ്. ഹിദായത്ത് പഠിപ്പിച്ചു തരാനും കാണിച്ചു തരാനും നമ്മളിലേക്ക് കടന്നു വന്ന വ്യക്തി ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ മൂന്നും പരിശുദ്ധമായ കഅബയിലാണ് സംഭവിച്ചത്. ഹിദായത്തിന്റെ ഗേഹം കഅബ, ഖുർആൻ ഇറങ്ങിയത് കഅബ, നബിതങ്ങളെ ജനിപ്പിച്ചത് കഅബ, മണ്ണ്. അപ്പൊ ഹിദായത്തിന്റെ 3 വഴികളുടെ ഉറവിടം എന്ന് പറയുന്നത് പരിശുദ്ധമായ മക്കയാണ്, കഅബയാണ്. ചിന്തിച്ചു നോക്കി. നമ്മൾ ഇന്നിവിടെ മണക്കാടിരുന്ന് ഹിദായത്ത് ലഭിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വാദിക്കുന്നുവെങ്കിൽ ഈ ഹിദായത്ത് നമുക്ക് ഉണ്ടാക്കി തന്ന സ്ഥലം നമുക്കൊന്ന് കാണണ്ടേ? സ്ഥലം നമുക്കൊന്ന് കാണണ്ടേ? ഇതിനെവിടെ നിന്നാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് നമ്മളൊന്ന് അറിയണ്ടേ? അതിന് നമ്മൾ അവിടെ എത്തേണ്ട സ്ഥലമാണ് പരിശുദ്ധമായ കഅബ ഷരീഫ്. ഈ 3 സ്ഥലം ഹിദായത്തിന്റെ വഴിയാണ്. ഖുർആന്, നബി, കഅബ. അപ്പൊ അത് നമുക്ക് ഹിദായത്ത് അല്ലാഹ് തന്ന സ്ഥലം നമ്മൾ പരിശുദ്ധമായ കഅബ ഒന്ന് പോയി കാണണം. നാലാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് വമൻ ദഖലഹു കാന ആമിനാ. ആരവിടെ പ്രവേശിക്കുന്നുവോ അവർക്ക് പൂർണ്ണ സുരക്ഷിതത്വമാണ്, സംരക്ഷണമാണ്. ഒരാളെ അതിനകത്ത് കയറി വെച്ച് അടിക്കാനോ ഇടിക്കാനോ കുത്താനോ കൊല ചെയ്യാനോ, വേട്ട മൃഗങ്ങൾ വന്നാൽ അതിനെ വേട്ടയാടാനോ ഒന്നും അവിടെ അനുവാദമില്ല. ഒന്നുകൂടെ അനുവാദമില്ല. പരിപൂർണമായ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷ ഈ കഅബയിൽ ആര് പ്രവേശിക്കുന്നോ അവർക്ക് നൽകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരുടെ അഭയസ്ഥാനമായി പരിശുദ്ധമായ കഅബയെ കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ ഈ പരിശുദ്ധമായ കഅബ ഷരീഫിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും സുരക്ഷയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരവും അതിനുള്ള വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഅബയിലൂടെ നമുക്ക് തരും. ആരവിടെ പ്രവേശിച്ചോ അവൻ സുരക്ഷിതനായിട്ട് പുറത്തേക്ക് വരൂ. അവന്റെ ഈമാനോടുകൂടി അവൻ പ്രവേശിച്ചവനാണ്, ഈമാനോടുകൂടി പണിയെടുത്തവനാണ്, ഈമാനോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി തവാഫ് ചെയ്തവനാണ്, ഈമാനോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി അവിടെ ഇബാദത്ത് ചെയ്തവനാണ് എങ്കിൽ അവൻ തിരിച്ചു നാട്ടിലേക്ക് വന്നാലും അവൻ സുരക്ഷിതൻ തന്നെയായിരിക്കും. അവൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഒമൻ ദഖലഹു കാന ആമിന. അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ ഇത്? സദഖല്ലാഹ് സദഖല്ലാഹ് അല്ലാഹ് പറഞ്ഞ വാക്കാണ്. നമുക്ക് അതിനകത്ത് യാതൊരു സംശയവും നമുക്ക് വേണ്ട. അതാണ് വേണ്ടത്. 5 കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ഒന്നാമത്തെ കഅബ, ഒന്നാമത്തെ ഭവനം, ആദ്യത്തെ ഭവനം എന്ന് പറയുന്നത് പരിശുദ്ധമായ കഅബ ഷരീഫ്, അവ്വല ബൈത്ത്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുബാറക്കൻ, ബർക്കത്ത് നൽകിയ സ്ഥലമാണ്. ഏറ്റവും വലിയ ബർക്കത്ത്. ബർക്കത്ത് പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.
അവലം നുമക്കിൽ ലഹും ഹറമൻ ആമിനൻ യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ഷൈഇൻ റിസ്ഖൻ മിൻ ലദുന്നാ വലാകിൻ അക്സറഹും ലാ യഅലമൂൻ. നിങ്ങൾ ലോക ചരിത്രത്തിൽ കൃഷിയില്ലാത്ത ഭൂമി, കൃഷിക്ക് യോഗ്യമല്ലാത്ത ഭൂമി പരിശുദ്ധമായ മക്കയാണ്. അവിടെ കൃഷിയൊന്നുമില്ല. അവിടെ സിമന്റ് വൃക്ഷങ്ങളേ ഉള്ളൂ. അവിടെ കൃഷികളൊന്നുമില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കയിൽ പോകുന്നവർക്ക് ഏത് വിഭവം വേണോ അവിടെ ഉണ്ട്. മാങ്ങ അൺസീസൺ മാങ്ങ, നിങ്ങൾക്ക് അൺസീസൺ ആപ്പിള്, മുന്തിരി, ഏതെല്ലാം സ്ഥലത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ, എത്ര ടേസ്റ്റി വിഭവങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മണ്ണിൽ തരുന്നു എന്ന് ഖുർആന പറഞ്ഞത്. കാരണം എന്താ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദ് ഗൈരി ദീ സറഅ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. الله برناك وارزقهم من الثمرات لعلهم يشكرون. അല്ലാഹ്, ഇവിടെ കൃഷിയൊന്നും ഇല്ലാത്ത മണ്ണ പടച്ചോനെ. ഇവിടെ ഉള്ളവർക്ക് തിന്നാനെല്ലാം വേണം, കുടിക്കാനും വേണം പടച്ചോനെ. ഇവിടെ ഒന്നുമില്ല. ഇത് ജലരഹിതം. ഈ മണ്ണിൽ ഇതിനുള്ള വഴി നീ ഇവിടെ എത്തിച്ചു കൊടുക്കണമല്ല. എന്റെ ഭാര്യയും കുടുംബത്തെ ഞാൻ ഇവിടെ താമസിപ്പിച്ചിട്ട് പോവാണ്. ആരും നോക്കാനും ഇല്ല, കാണാനും ഇല്ല, ഒരു തുള്ളി വെള്ളം കൊടുക്കാനും ഇല്ല, അവർക്ക് തിന്നാനും ഒന്നുമില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ എല്ലാ റിസ്കിന്റെ വിഭവങ്ങളും, ഈ ലോകത്തുള്ള മുഴുവൻ റിസ്കിന്റെ വിഭവങ്ങളും ഈ നാട്ടിൽ നീ ഇറക്കണമല്ല. ഇബ്രാഹിം ഇവിടെ ദുആയാണ്. ചെറിയ കാര്യമാണ്. നമ്മള് പോയി നോക്കി, സൂക്കിൽ പോയി നോക്കി, അവിടുത്തെ പച്ചക്കറി കടകളിൽ പോയി നോക്കി, ഏത് സാധനങ്ങളില്ലാത്ത അത്ഭുതപ്പെടുത്തും. ഇഷ്ടപ്പെട്ട വിഭവം നിങ്ങൾക്ക് അല്ലാഹു അവിടെ തരും. യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ഷൈഇൻ റിസ്ഖൻ മിൻ ലദുന്നാ. നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന റിസ്ക് ഇവിടെ അല്ലാഹു കൊണ്ടെത്തിച്ചേരുമെന്ന് അല്ലാഹു പറഞ്ഞ വാക്കല്ലേ. ഏത് അൺസീസണിൽ നിങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനം അല്ലാഹു അവിടെ തരും. കുറച്ചു തന്നെ കാര്യമാണ്, ചെറിയ കാര്യമല്ല. വലാകിൻ അക്സറഹും ലാ യശ്ഉറൂൻ ലാ യഅലമൂൻ. ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഇതൊന്നും അല്ലാഹു പറഞ്ഞ വാക്ക്. ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നൊന്നും ജനങ്ങൾക്കറിയില്ല. അവരിവിടെ പോയ ഉടനെ, ഇവിടുന്ന് ഇറങ്ങുന്ന ഉടനെ സെൽഫിയുടെ സ്റ്റിക്കുമായിട്ട് അതിനകത്ത് എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോലും അത് കറങ്ങല്ല. അവിടെ നിൽക്കുന്നത്, അവിടെ പിടിക്കുന്നത്, അവിടെ തൂങ്ങുന്നത്, ഇതൊക്കെ ഇവിടെ മുഴുവനും പകർത്തിയിട്ട് ഇവിടെ എത്തിച്ചു കൊടുക്കലാണ് ഇവന്റെ ജോലി. അല്ലാതെ അല്ലാഹ് ആ മണ്ണിലിറക്കിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് അല്ലാഹ്ക്ക് വേണ്ടി പടച്ചവനെ സുബ്ഹാനക മാ ഹാദാ, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചല്ല എന്നും അല്ലാഹയെ ഒന്നും സ്തുതിക്കാൻ അവന് സമയമില്ല. സുബ്ഹാനല്ലാഹ്, ഇത് ചെറിയ കാര്യമല്ല പടച്ചവനെ. ഇത്ര വലിയ അനുഭവങ്ങൾ, ഇത്ര വലിയ അനുഭൂതികൾ, എന്ത് റാഹത്താണ്. നമ്മളവിടെ പോകുമ്പോൾ മനസ്സിന് തൃപ്തി. ടെൻഷൻ അടിച്ചിട്ട് പോകുന്ന ഇവനാണ്. ഇവിടെ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് സമ്പന്നന്മാരൊക്കെ അവരുടെ ടെൻഷൻ മാറാൻ വേണ്ടി അവസാനം 10 ദിവസം റമദാൻ അവിടെ പോയി കുത്തിയിരിക്കുന്നത് എന്തിനാണ്? ടെൻഷൻ മാറാനാണ്. ഈ പണമെല്ലാം തലയിൽ കൂടെ ഒഴുകി മനസമാധാനം കിട്ടാൻ ഒരു 10 ദിവസം അവിടെ പോയിരിക്കും. ഇപ്പൊ നാട്ടിലാരും വരയില്ല, സക്കാത്തും കൊടുക്കണ്ട, സദക്കായും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. റാഹത്തായി ആരെങ്കിലും വന്ന് ചോദിച്ചു വന്ന മോലാളി ഇല്ല, മോലാളിക്ക് മക്കേ പോയിരിക്കാണ്, റമദാൻ കഴിഞ്ഞ് വരുമ്പം കാണാം, തീർന്നു. അവരും ഒന്നും ചോദിക്കില്ല, മക്കേ പോയിരിക്കല്ലേ, വരുമ്പം കാണാം. സമാധാനം കിട്ടാൻ വേണ്ടി ഇവരവിടെ പോയിരിക്കുകയാണ്. എന്തും ആകട്ടെ, ഏത് സമാധാനത്തിന് പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലം ജനങ്ങളുടെ മേൽ വരും, അന്ന് കുറെ ആളുകൾ ഹജ്ജിന് വേണ്ടി വരും.
മുസ്ലിമീങ്ങളിൽപ്പെട്ട സമ്പന്നന്മാര് ഹജ്ജിന് വേണ്ടി അവിടേക്ക് വരും. അവര് ഹജ്ജിന് വേണ്ടി അവിടേക്ക് വരുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല. അവരവിടേക്ക് വരുന്നത് അവർക്കൊരു നല്ല ഒരു പേരും പ്രശസ്തിയും കിട്ടുന്നതിന് വേണ്ടി അത്രേ. സാധുക്കളായവർ ഫുഖറാക്കൾ ഹജ്ജിന് വേണ്ടി വരും. ലിൽ മസ്അല, അവർ യാചിക്കുന്നതിന് വേണ്ടി അവിടേക്ക് വരും അത്രേ. വഖുറാഉഹും ലിർരിയാഇ വസ്സുമഅ, വലിയ ആലിമീങ്ങൾ, ഒരുപക്ഷെ വലിയ ഖാരിയങ്ങൾ, ഖുർആൻ ഓതുന്നവർ അവിടേക്ക് വരും. അവരവിടെ വന്ന് വലിയ ഓതലും വലിയ അവരുടെ ഇൽമനുസരിച്ചുള്ള പ്രഘോഷണങ്ങളുമായിരിക്കും. അതോ ലിർരിയാഇ വസ്സുമഅ, അവർ ഒരുപക്ഷെ ലോകമാന്യതയ്ക്ക് വേണ്ടി ആയിരിക്കും അത് ചെയ്യുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിലൊന്നും പെടാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇതിലൊന്നും പെടാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി അവിടെ എത്തണം. എനിക്ക് എൻ്റെ പാപം പൊറുക്കണം, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കണം, എൻ്റെ ശിഷ്ട ജീവിതം അള്ളാഹിന്റെ പൊരുത്തത്തിലാകണം. ഇന്ന് ഞാൻ ഒരു കുഞ്ഞിനെ പോലെ ആകണം. എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചപ്പോൾ ഞാൻ ന്യൂ ബോൺ ബേബിയായി എങ്ങനെയാണോ ഞാൻ വന്നത്, അതേപോലെ ഈ മക്കയിൽ നിന്ന് എനിക്ക് തിരിച്ചു പോകണം. എനിക്കതാണ് വേണ്ടത് പടച്ചവനെ എന്നുള്ള ആ നീയത്തായിരിക്കണം നമുക്ക് വേണ്ടത്. അതിന് അള്ളാഹു തആല നമ്മളെ നല്ല രീതിയിൽ പണിയെടുപ്പിക്കും. അവിടെ അതിലൊക്കെ ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റൂ. ചൂട് കൂടും, ചാപ്പാട് കിട്ടൂല, ഇടി കിട്ടും. അല്ലാതെ അങ്ങോട്ട് തവാഫിലോട്ട് കയറ്റിയിട്ട് അവനെ കൊണ്ട് 2 ഇടി, ഇവനെ കൊണ്ട് 2 ഇടി, സുഡാനികൾ വന്നിടിക്കും, ആഫ്രിക്കക്കാരൻ വന്നിടിക്കും. അള്ളാഹ്, ഇടിയെല്ലാം കൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ എല്ലാം കുറയും, ചതയെല്ലാം പോവും, മുഴയെല്ലാം തീരും, എല്ലാം റാഹത്തായി ഒരു പരുവായിട്ട് അള്ളാഹുവേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ 2 ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ച ആളിയാ ഞാൻ, ഇന്ന് പറ്റൂല, തീർന്ന് ഇന്നത്തെ ദിവസം പോക്ക. അതിനെല്ലാം പിഴിഞ്ഞെടുത്തുള്ള ഹൗസ്ബാരത്തല്ല. അപ്പൊ അതിൽ നമ്മൾ ക്ഷമിച്ച് അവിടെ ഇരിക്കണം. ഓ എന്തൊരു ചൂടടെ ഇത്, ഓ എന്തൊരു ഒടുക്കത്തെ ചൂടടെ. പോയി പറയരുത് അള്ളാന്റെ വീട്ടിൽ പോയി, ആ നാട്ടിൽ പോയി. ഇഷ്ടമില്ലെങ്കിൽ പോരുത്. അവിടെ പോയി ഒരു കാര്യത്തെ കുറ്റം പറയാൻ പാടില്ല. അവിടെ നടക്കുന്ന തെറ്റ് പോലും നമ്മൾ പറയാൻ പാടില്ല. പ്രസിദ്ധമായി കായബ പോട്ട് അവിടെ നടക്കുന്ന തെറ്റ് നമ്മൾ പറയാൻ പാടില്ല. ആ നാടിനെ കുറ്റം പറയാൻ പാടില്ല. وَمَن يُرِدْ فِيهِ بِإِلْحَادٍ بِظُلْمٍ نُذِقُهُ مِنْ عَذَابٍ أَلِيمٍ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നോക്കുകയോ തൊടുകയോ എന്തെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്ത പണിയെടുക്കുകയൊക്കെ ചെയ്താണ്ടല്ല, അള്ളാഹ് നല്ല 8ന്റെ പണി അവിടെ വെച്ച് തന്നിട്ടേ വിടുകയുള്ളൂ. സൂക്ഷിച്ചോണം. അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിനെ കാണണ്ട. അവിടെ പോകുമ്പോൾ അവരുടെ പോലെ നമുക്കറിയണ്ട. എന്താണ് ഇവിടൊക്കെ ഇവന്മാർ ഈ തണ്ടാ ഇങ്ങനെ നിൽക്കുന്നത്? നമ്മൾ മിണ്ടരുത്. നമ്മളവിടെ പോയിട്ട് കുറ്റം പറയാം. അതിങ്ങനെ അള്ളാഹ് നമ്മുടെ മുന്നിൽ പലതും കാണിക്കും. മൊറോക്കോയിലെ പെണ്ണുങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി മൊറോക്കോക്കാരികളാ. ആ മൊറോക്കോക്കാരികളെ മോഹൊക്കെ തുറന്നിട്ട് വരും, ഇങ്ങനെ വരും, ഓടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. ചുമ്മാ ആരും ഒന്നും പോയില്ലെങ്കിൽ ബഷീറാക്ക അങ്ങോട്ട് നോക്കാന്ന് പറയും. പോയി തീർന്ന് നോക്കരുത്. നമ്മളെപ്പോഴേ തല തിരിച്ച് നമ്മൾ നോക്കാൻ പാടില്ല. കൂടെ ചെയ്ത്താൻ വരും നമ്മളെ തിരിപ്പിച്ച് നോക്കാൻ. നമ്മൾ മിണ്ടാതെ അള്ളാ 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 എന്നും പറഞ്ഞു പോവാണ്. ആരെങ്കിലും അങ്ങോട്ട് നോക്കണേ, ഈ ചെയ്ത്താൻ കൂടെ കാണും. കഴിവത് ഒറ്റയ്ക്ക് ഇബാദത്തിന് പോയി, ഒറ്റയ്ക്ക് ഇബാദത്തിന് പോയി, റാഹത്താണ്. ഈ ആരെങ്കിലും കൂട്ടിന് പിടിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒക്കെ. ഒന്നുമില്ല, എവിടെ കൊണ്ടുവരും. ഇന്നത്തെ ന്യൂസ് കണ്ട, കേരളത്തിലെ ന്യൂസ് കണ്ട? ഈ ന്യൂസ് കാണാനാണ് നമ്മൾ ഇത്രയും 8 ലക്ഷം രൂപ മുടക്കി എവിടെ പോയത്? ഈ ന്യൂസ് കേരളത്തിൽ എന്തോ ഉണ്ടാവട്ടെ, നീ എന്തിനാ അറിയാൻ പോണേ? നീ നിന്റെ ഒരു ഭാരം തലേന്ന് ഇറക്കി വെക്കാൻ വേണ്ടി വന്നല്ലേ? നീ അവിടെ പോയിട്ട് ന്യൂസ് കാണാൻ വേണ്ടി പോവാ? ജമാഅത്ത് നിസ്കരിക്കാതെ റൂമിൽ പോയി കിടന്നുറങ്ങുക. ഒരു ജമാഅത്ത് നിസ്കാരത്തിന് എത്ര? 27 ലക്ഷം. സുബ്ഹാനല്ലാഹ്. 40 ദിവസം അവിടെ നിന്നിട്ട് 20 ദിവസം ഹറമിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഒരു വഖത്തിന് 27 ലക്ഷം. എത്ര ദിവസമാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത്? കാൽക്കുലേറ്റർ ചെയ്. എനിക്ക് എത്ര കോടി കിട്ടി? അല്ലാഹ് ബർക്കത്തല്ലേ. എനിക്ക് എത്ര കോടി കിട്ടി? അല്ലാഹ്. ഞാൻ മണക്കാട് വള്ളിയിൽ വന്ന് ഈ 60 വർഷം നിസ്കരിച്ചാലും കിട്ടാത്തത് എനിക്ക് 10 ദിവസം കൊണ്ട് നീ തന്നില്ലേ അല്ലാ. ഖുർആൻ ഖത്തമുൽ ഖുർആൻ ഓത്, പരിശുദ്ധ ഖുർആൻ ഓത്. ഒരു പ്രാവശ്യം ഖുർആൻ ഓതിയ 1 ലക്ഷം പ്രാവശ്യം ഖുർആൻ ഓതിയന്റെ കൂലി. തച്ചിനിരുന്ന് ജീവിതത്തിൽ 60 വർഷം ഇവിടെ ഇരുന്നാൽ 1 ലക്ഷം ഖുർആൻ ഓതാൻ പറ്റുമോ? 1 ലക്ഷം ഖുർആൻ ഓതാൻ പറ്റുമോ? 8 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം രൂപ മുടക്കി നമ്മൾ മക്കയിൽ പോയാൽ മുതലാക്കിയിട്ടേ വരാവും. അല്ല ചുമ്മാ അവിടെ പോയി ഐസ്ക്രീം തിന്ന്, ബ്രോസ്റ്റഡ് അടിച്ചിട്ട്, സമൂസായി നിന്ന്, അൽഫാമും അടിച്ചിട്ട്, മന്തി അടിച്ചിട്ട്, അളിയ ഇത് ആടിന്റെ സൂപ്പർ മന്തി ഇവിടുന്ന് കൊണ്ടുവന്ന അതാ ഇതൊന്നും അടിക്കാനല്ല. അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്.
സംസം വെള്ളം കുടി, ഇവിടെ ഇല്ല, കോരി കോരി കുടിക്കും, ഇഷ്ടം പോലെ കുടിക്കും, വയർ നിറച്ച് കുടിക്കണം സംസം വെള്ളം. മദ്യവരെ ശ്വാസം മുട്ടുന്നവരേക്കും കുടിക്കണം, നീയത്ത് വെച്ചിട്ട് കുടിക്കണം. ബ്ലോക്ക് മാറ്റിത്തള്ള, സ്ട്രോക്ക് മാറ്റിത്തള്ള, വയറ്റിലത്തെ ട്യൂമർ മാറ്റിത്തള്ള, ക്യാൻസർ മാറ്റിത്തള്ള, PCOD മാറ്റിത്തള്ള. നല്ലതുപോലെ പറഞ്ഞ് കുടിച്ച് വയറ് നിറക്കി. അതൊക്കെ മൂത്രത്തിലൂടെ മുഴുവൻ മുസീബത്ത് അള്ള എടുത്ത് കളയും. പിന്നെയും ഒന്ന് കുടിക്ക്, നീ പട്ടിണിയാവൂല, നിനക്ക് വിശപ്പുണ്ടാവൂല. അതൊന്നും കിട്ടാത്ത സ്ഥലമാണ്, അത് പോയി കുടിക്ക്. മന്തി എവിടെയും കിട്ടും, അവിടെ പോയി മന്തിക്ക് വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മക്കയില ഒരു മന്തി കഴിച്ചാൽ 1,00,000 മന്തി കഴിച്ചെന്റെ കൂലി കിട്ടത്തില്ല ഉസ്താദെ. പറയാം, അവിടെ തമാശ അടിക്കരുത്, അവിടെ പോയി അങ്ങനെ പറയുന്നുണ്ട്. അതിനു വേണ്ടി കിട്ടും ഇവിടെ, അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നത്. ചില ആളുകളെ ഞാൻ ഈ ചുമ്മാ ഈ തമാശയൊക്കെ അടിക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ഉസ്താദന്മാർ, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളെന്ന് പറയും. ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ ചുമ്മാ ഈ പറയുമ്പോൾ അവർക്ക് പിടിക്കുക. ശരി തന്നെയാണ്, ഒരു കണക്കിന് ശരി തന്നെയാണ്. അപ്പൊ ഇത്തിരി തമാശ പറയുന്നവരുടെ കൂടെ ഒന്നും കൂടരുത്, കാരണം കുഴപ്പമില്ല. പക്ഷെ ഒരു പക്ഷെ എന്തെങ്കിലും കളി കാര്യമായി പോയാലോ? അള്ളാന്റെ വീടല്ലേ. ഒരു തെറ്റ് ചെയ്താൽ മഹാന്മാർ പറയുന്നു 1,00,000 തെറ്റിൻ്റെയും സ്ഥാനത്തെത്തുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം, പരിശുദ്ധമായ കഅബയിൽ പോകും. അതുകൊണ്ട് പോകാൻ നിയത്ത് ചെയ്യ് ഇൻഷാ അല്ലാഹ്.